ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഇത് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ഡെസേർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഡെസേർട്ട് തയ്യാറാക്കുക എന്നുള്ള ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 500 മില്ലി പാലൊഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല ചൂട് കട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പാലൊന്നും അങ്ങനെ അടിയിൽ പറ്റി പിടിക്കൊന്നുമില്ല. എന്നാലും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാലിവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് സമയമായി ഇപ്പോൾ തിളച്ച് വന്നിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാലിന് നല്ലൊരു കട്ടി കിട്ടും. ഇനി നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്കിലും പകരമായിട്ട് വേണമെങ്കിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചും ചേർക്കാം. അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ ബാക്കി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാതെയും ചെയ്യാം കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പാല് കുറച്ചും കൂടെ ഒന്ന് കട്ടിയാക്കി എടുത്താൽ മതി. അതായത് തിളപ്പിച്ചിട്ടൊന്ന് പാല് വറ്റിച്ചെടുത്ത് ഒന്ന് കട്ടിയാക്കി എടുത്താലും മതി. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ പെട്ടെന്നൊന്ന് റെഡിയാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ പുറമെ നമുക്ക് മധുരം കുറച്ചും കൂടെ വേണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ പിന്നെ ഞാൻ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് നമുക്ക് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ പാല് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് പാല് കുറച്ചൊന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വാനില എസൻസിൻ്റെ ഒക്കെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഇത് റെഡിയാക്കി എടുക്കാം. ഇനി പാല് പെട്ടെന്നൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ കോൺഫ്ലവർ അല്പം പാലിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കോൺഫ്ലവർ മിക്സ് ഒഴിച്ചു കൊടുത്താൽ പിന്നെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യത ഉണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ചൊന്ന് തിക്കായിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ആ ഒരു ലൂസിൽ വേണം കേട്ടോ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചതാ ഈ ഒരു തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാമും അണ്ടിപ്പരിപ്പും പിസ്തയാണ് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നന്നായിട്ടൊന്ന് ചൂടാറിയിട്ട് വരട്ടെ. ഇനി ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് നമ്മൾ ഏത് ബൗളിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു ബൗളിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ബൗളിലാണ് ഈ ഒരു ഡെസേർട്ട് സെറ്റ് ചെയ്യുന്നത്. ബ്രെഡിൻ്റെ ബ്രൗൺ കളറിലുള്ള ആ ഭാഗമൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം ബട്ടർ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ സ്ലൈസ് ബ്രെഡും വെച്ച് കൊടുത്തിട്ട് ബ്രെഡിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. 2 സൈഡും ഒന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കുക. ഒരു സൈഡ് ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ബട്ടറിന് പകരം വേണമെങ്കിൽ നെയ്യും എടുക്കാം കേട്ടോ. ഇപ്പോൾ ഈ ബ്രെഡിൻ്റെ 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഡെസേർട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഇതുപോലെ ബ്രെഡിൻ്റെ ഓരോ സ്ലൈസും വെച്ച് കൊടുക്കാം. അപ്പോൾ സൈഡൊക്കെ ബ്രെഡ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സൈഡിലൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ ബ്രെഡ് എത്രയാണോ വെച്ച് കൊടുക്കുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 2 ലെയറിലൊക്കെ ബ്രെഡ് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ.
കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കറുത്ത ഉണക്കമുന്തിരിയും അതുപോലെ ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുള്ള ചെറിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഡെസേർട്ടാണ്. അപ്പോൾ ഈ ഒരു ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ തണുപ്പില്ലാതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ തണുപ്പിച്ച് വേണമെങ്കിലും കഴിക്കാം, തണുപ്പില്ലാതെയും കഴിക്കാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഇത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സിമ്പിളായിട്ടുള്ള റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്